ടെന്നീസ് കോർട്ടുള്ള, സ്വിമ്മിംഗ് പൂളുകളുള്ള ആ സംസ്ഥാനത്ത് മൊത്തം ആകെ ഒരു കാറ് നെഹ്റുവിന്റെ വീട്ടിലാ. അങ്ങനെയുള്ള ഒരു വീട്ടിൽ ജനിച്ച നെഹ്റുവിന്റെ യുവത്വ കാലഘട്ടത്തിൽ തന്നെ 20ഉം 25ഉം തുടങ്ങുന്നതിന് മുമ്പ് രാഷ്ട്രീയത്തിലേക്ക് എടുത്തു ചാടി. ഒരു ഭാഗത്ത് നമ്മൾ നെഹ്റുവിനെ സെലിബ്രേറ്റ് ചെയ്യുക, മറുവശത്ത് നമ്മൾ നമ്മുടെ സ്പേസുകളിലേക്ക് ഒതുങ്ങിപ്പോകുക. അതുകൊണ്ട് അത് നമ്മുടെ അതിൽ അവരൊക്കെ നെഹ്റുവിന്റെ പിൻഗാമികൾ എന്ന് നമ്മൾ അവകാശപ്പെടുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നെഹ്റു ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നെഹ്റു എന്ത് ചെയ്യുമായിരുന്നോ അത് ചെയ്യുന്നവരായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ നെഹ്റുവിന്റെ ലെഗസി പറയുന്നതിൽ എന്തർത്ഥാണുള്ളത്? അതുകൊണ്ട് നമ്മൾ ഈ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനം ഇതിന് കൃത്യമായ ചില മാതൃകകൾ സമർപ്പിച്ചിട്ടുണ്ട്. എന്റെ പിന്നിലുള്ള സ്ലൈഡിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. ഇസ്ലാഹി പ്രസ്ഥാനം, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ഈ മേഖലകളിലൊക്കെ ഉദാത്തമായ മാതൃകകൾ. കേട്ടില്ല നിങ്ങള്? ഇതിപ്പോ കട്ടുമുറിച്ചുള്ള ഉറപ്പാണ്. ഒന്ന്. രണ്ട്, ഇത് ഇട്ടിട്ടാണ് വരി കൊടുക്കണത് നെഹ്റുവിന്റെ മൻഹജിക്ക് ക്ഷണിക്കണു. എന്തിനാ ഇത് പറഞ്ഞു കൊടുത്തത്? കേരളത്തിൽ വക്കം മൗലവി മുതൽ ഇങ്ങോട്ട് മതരംഗത്ത് തിളങ്ങി നിന്ന അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രബോധന വീതിയിൽ തിളങ്ങി നിന്ന മഹാപണ്ഡിതന്മാർ അവർ സമൂഹത്തെ കൂടി മുന്നിൽ കണ്ടിരുന്നു. വെറുതെ അല്ല, സമൂഹത്തെ കൂടി മുന്നിൽ കണ്ടിട്ട് സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി എങ്ങനെ ചെയ്യണം എന്ന് ഇടപെട്ട് പോകുന്നൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചതികളും വഞ്ചനകളും മറ്റൊക്കെ തിരിച്ചറിയണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ആക്ഷേപിക്കുക. അത് നമ്മുടെ പഴയകാല പണ്ഡിതന്മാർ മതപരമായ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് അതിൽ കൃത്യമായ കാഴ്ചപ്പാട് ചെയ്തു വന്ന ആളുകൾ സമൂഹമായി നടക്കുന്ന തിന്മകളെ കൂടി എന്ത് ചെയ്തിരുന്നു? തിരുത്താൻ മുന്നിലുണ്ടായിരുന്നു. അതല്ലേ ഒരു വിശ്വാസിയുടെ ബാധ്യത? അതൊരു വിശ്വാസി ചെയ്യേണ്ട കാര്യല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്കന്നല്ലേ മതപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, സാമൂഹിക തിന്മകളെ ഉന്മൂലനം ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ തന്നെയല്ലേ പോയിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ആളുകളെ പറഞ്ഞു പൊട്ടീസാക്കുക എന്നതാണ് ശരി.